നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കോവിഡും ഹൃദ്രോഗവും എന്നതാണ് ഇന്നത്തെ വിഷയം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാനുമായി നമ്മോടൊപ്പം ഉള്ളത് അനന്തപുരി PRS ഹോസ്പിറ്റലിലെ കാർഡിയാക് സർജനായ ഡോക്ടർ ഫസൽ അസീമാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ കേൾക്കാമെങ്കിൽ നമ്മളിപ്പോൾ ഈ കോവിഡുമായി ചേർന്ന് ജീവിക്കാൻ തുടങ്ങി ഏകദേശം 2 വർഷത്തോളം കാലം ആവുകയാണ്. അപ്പോൾ ആദ്യത്തെ സംശയം ഇതാണ്, ഈ കോവിഡ് രോഗികളിൽ ഹൃദയാഘാതത്തിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോവിഡ് എങ്ങനെയാണ് ഈ ഹൃദ്രോഗത്തിന് ഒരു പ്രധാന കാരണമായി മാറുന്നത്? ഡോക്ടർ കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. ഞാൻ ചോദിച്ചതായിരുന്നു, ഈ കോവിഡ് ഹൃദ്രോഗത്തിനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ടോ? കോവിഡ് രോഗികൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ കോവിഡ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്? ഓക്കെ, കോവിഡും ഹൃദ്രോഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞോളൂ ഡോക്ടർ, കേൾക്കാം. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, കോവിഡും ഹൃദ്രോഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പല രോഗികൾക്കും ഒരു മൈനർ സിംറ്റംസേ ഉണ്ടാകാറുള്ളൂ. ഒരു ചെറിയൊരു പനിയോ ജലദോഷമോ പോലെ വന്നിട്ട് പോകും. വളരെ ചുരുക്കം രോഗികൾക്ക് മാത്രം അത് അസുഖം മൂർച്ഛിച്ച് ഹൃദയത്തിനെയും ലങ്സിനെയും ഒക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കാം. അതായത് കൂടുതലും കണ്ടുവരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിലാണ് ഹൃദയത്തിനെയും ലങ്സിനെയും കുറച്ച് കഠിനമായി ബാധിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പെടുന്നത് നേരത്തെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരോ അതുമല്ലെങ്കിൽ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ, നേരത്തെ സ്റ്റെൻറ്റോ ബൈപ്പാസ് ഓപ്പറേഷനോ ചെയ്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതേപോലെ ഹാർട്ട് അറ്റാക്കും ന്യൂമോണിയയൊക്കെ കുറച്ച് കഠിനമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ കഴിഞ്ഞ 1 വർഷത്തെ ഈ പാൻഡമിക് കോൺസെപ്റ്റിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളെ അത് വളരെ കഠിനമായിട്ട് ബാധിക്കാം. ഒരു രക്തക്കുഴലുകൾക്ക് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ ഒരു നീര് പോലെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും അത് കാരണം അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. സാധാരണഗതിയിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഒരു കോവിഡ് ഇല്ലാത്ത ഒരാൾക്ക് സാധാരണ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾക്കകത്ത് പെട്ടെന്ന് ബ്ലഡ് കട്ടപിടിച്ച് ഹാർട്ടിലേക്ക് ബ്ലഡ് പോകാതെ ആകുമ്പോഴാണ് ഒരു മേജറായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഈ കോവിഡ് വരുന്ന രോഗികൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ രക്തക്കുഴലുകൾക്ക് ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ട് അങ്ങനെയുള്ള രോഗികൾക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇത് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികളിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ കോവിഡ് വരുന്ന രോഗികളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മൾ ആൻറ്റിവൈറൽ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടില്ല, അതിനൊന്നും ഒരു എവിഡൻസ് ഇല്ല. നമ്മളിങ്ങനെ പലതരം ആന്റിവൈറൽ അറിയാവുന്ന 2 കാര്യങ്ങളാണ്. പ്രേക്ഷകർ കൂടി ഇപ്പോൾ സംശയങ്ങൾ ചോദിക്കാനായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ മട്ടന്നൂരിൽ നിന്ന് ഗീത എന്നൊരു പ്രേക്ഷക ചേരുകയാണ്. ഗീത കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ലൈനിലുണ്ട്. സംശയം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഗീത കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. എന്റെ ഹസ്ബൻഡിന് ഒരു 2-3 ആഴ്ച മുന്നേ ഭയങ്കര ശ്വാസം മുട്ടൽ വന്നു. അപ്പോൾ ശ്വാസം മുട്ടൽ വന്നിട്ട് അന്ന് കാർഡിയോനെ കാണിച്ച് 2-3 വിധം മരുന്ന് തന്നു. ആ മരുന്ന് 3 ദിവസം എടുത്തതിന് ശേഷം ശ്വാസം മുട്ടോ മറ്റ് കിതപ്പോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹൃദ്രോഗം ഉണ്ടോ ഇല്ലയോ എങ്ങനെയാ മനസ്സിലായി? ഈ മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിച്ചിട്ടെങ്കിൽ ശ്വാസം മുട്ടുണ്ടാവുമോ? അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് എന്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് ശ്വാസം മുട്ട് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചില ലങ്സിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാവാം, ന്യൂമോണിയ കൊണ്ടുവരാം, അതുമല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും അസുഖം കൊണ്ടും ശ്വാസം മുട്ട് വരാം. അതല്ലാതെ തന്നെ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് ശരീരത്തിൽ അധികമായിട്ട് വെള്ളം കിട്ടിയാലും
ശ്വാസം മുട്ട് വരാം. അപ്പോൾ ശ്വാസം മുട്ടെന്ന് പറയുന്ന ഒരു സിംറ്റം ഒരുപാട് അസുഖങ്ങൾ കൊണ്ടുവരാം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാലേ ആ പർട്ടിക്കുലർ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഗീത ഏതായാലും വിളിച്ചതിന്. ഡോക്ടർ, നമ്മൾ ഈ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു സംസാരിച്ച് വന്നിരുന്നത്. അപ്പോഴാണ് ഗീതയുടെ കോൾ വന്നത്. അപ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് തുടരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോവിഡ് സിവിയർ കോവിഡായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളെ പേഷ്യൻസിനെ പല കാറ്റഗറീസിലോട്ടാക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, കാറ്റഗറി A, B, C എന്ന് പറഞ്ഞ് 3 ഗ്രൂപ്പിലാണ് പേഷ്യൻസ് വരുന്നത്. അതിന് അങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലഡിലുള്ള ചില പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ബ്ലഡിൽ നമ്മൾ നോക്കുന്ന ഒരു ഡൈമർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കുന്നത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത എന്തുമാത്രമാണെന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ചില മരുന്നുകൾ കൊടുക്കുന്നത്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പല രോഗികളും പല ബന്ധുക്കളും ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, കോവിഡ് വന്നിരുന്നു 3 ആഴ്ച മുമ്പ്, പക്ഷേ 3 ആഴ്ച കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കോവിഡ് വന്നു കഴിഞ്ഞ പേഷ്യൻസിൻ്റെ രക്തക്കുഴലുകളിനകത്ത്, അതായത് സിവിയർ കോവിഡ് ഇൻഫെക്ഷൻ വന്ന രോഗികളുടെ രക്തക്കുഴലിനകത്ത് ഒരു ലോങ് സ്റ്റാൻഡിങ് ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് രക്തക്കുഴലിനകത്ത് വീണ്ടും ബ്ലഡ് കട്ട പിടിക്കാനും ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള രോഗികൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 4-6 ആഴ്ച വരെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് രശ്മി എന്നൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. രശ്മി, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാന്നാറിന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ, എനിക്ക് ഏകദേശം 12 വർഷമായി ഇൻഹിലർ ഉപയോഗിക്കുന്നുണ്ട്. വിമ്മിഷ്ട ശ്വാസം മുട്ടല ഹോർമോണൈഡ് 400 എന്ന ഇത് വലിക്കുന്നുണ്ട്. ഹലോ ഡോക്ടർ, കേക്കാവോ? പറഞ്ഞോളൂ. അപ്പം അത് 12 വർഷമായി എടുക്കുന്നുണ്ട്. ശ്വാസം മുട്ടല എനിക്ക് മെയിൻ പ്രശ്നം. ഇപ്പൊ ഒരു വർഷത്തിലേറെ ആയിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഇടത് സൈഡ് വേദനയാ. നെഞ്ചിനകത്ത് ഇടത് സൈഡ് അതിവേദന. ചില സമയത്ത് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന മാതിരിയുള്ള ബുദ്ധിമുട്ടും ഒരു സ്റ്റെപ്പ് ഇറങ്ങാനും ഒന്നും വയ്യാത്ത ഒരു വിധത്തിലുള്ള ശ്വാസം മുട്ടൽ കൂടുതലാ. അപ്പൊ ഇൻഹീലർ ഉപയോഗിച്ചാലും അത് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇൻഹീലർ ഉപയോഗിച്ചിട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പം എനിക്കത് ഇനി കോവിഡിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കോവിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ സാധാരണ കാണുന്ന ഡോക്ടറിനെ കണ്ടിട്ട് ശ്വാസം മുട്ടിനുള്ള മരുന്നുകൾ അത് ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. ഇപ്പോൾ കോവിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ യാതൊരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ല. ഇഞ്ചക്ഷൻ ആക്ച്വലി എടുക്കുന്നത് നല്ലത്, ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ. ഓക്കെ ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടി തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് മുരളീധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. മുരളീധരൻ, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഞാൻ 11 വർഷമായി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എക്വസ്പ്രിൻ 75 റാമി ടോർവ ഈ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഓക്കെ. ഇപ്പൊ അത് കാരണം നമ്മൾ ഇതിന്റെ വാക്സിൻ വെക്കാൻ പറ്റുമോ? വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊന്നും നിർത്താൻ പാടില്ല. എസ്പെഷ്യലി എക്കോസ്പിരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് നിർത്താനേ പാടില്ല. വാക്സിൻ എടുക്കുന്ന സമയത്തോ എടുത്തു കഴിഞ്ഞിട്ടോ. ചില രോഗികൾക്ക് അങ്ങനെ മിസ്ഇൻഫർമേഷൻ പലരും കൊടുക്കുന്നുണ്ട്. ഇത് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ചില മരുന്നുകളൊക്കെ നിർത്തണമെന്ന്. അതൊരിക്കലും നിർത്താൻ പാടില്ല. രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിർത്താൻ പാടില്ല. ശരി ശരി ശരി. ഓക്കെ ഡോക്ടർ, ഇനിയിപ്പോൾ മുംതാസ് എന്നൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. നെടുമങ്ങാട് നിന്നാണ് മുംതാസ് വിളിക്കുന്നത്. മുംതാസ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, നമസ്കാരം. എന്റെ ഫാദറിന് ആദ്യത്തെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു, കോവിഷീൽഡ്. പക്ഷെ അതിനുശേഷം അറ്റാക്ക് ഉണ്ടായി. ഇപ്പൊ ഏകദേശം 3 മാസത്തോളം ആയി ഇഞ്ചക്ഷൻ എടുത്തിട്ട്. അപ്പൊ ഇനി അടുത്ത ഇഞ്ചക്ഷൻ എപ്പോ എടുക്കാൻ പറ്റും? ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് 5-ാം തീയതി, കഴിഞ്ഞ മാസം 5-ാം തീയതി. വാക്സിൻ എടുത്ത് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നത്? വാക്സിൻ എടുത്തത് മാർച്ച് 25-നാണ് എടുത്തത്.
ഓക്കെ. വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ട്. ഓക്കെ. ഇപ്പം അടുത്ത വാക്സിൻ എടുക്കുന്നതിൽ തെറ്റില്ല. അതിൻ്റെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വാക്സിൻ്റെ ഡോസ് എടുക്കാം. അപ്പൊ ഡോക്ടർ, ഒരു സംശയം കൂടി. അപ്പം ആ ഒരു ദിവസത്തേക്ക് ഗുളികകൾ മാറ്റി വെക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല, ഒരു ഗുളികയും നിർത്തരുത്. എല്ലാ ഗുളികകളും കഴിക്കണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഡോക്ടർമാർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളെല്ലാം തന്നിട്ടുണ്ടാവും. അതൊന്നും ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. ഓക്കെ, താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ, ഇനി സമീർ അലി, പട്ടാമ്പിയിൽ നിന്ന് സമീർ അലി എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സമീർ അലി, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, എനിക്ക് ഡബിൾ വാൽവ് റീപ്ലേസ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് വാൽവ് പിന്നെ മാറ്റി വെച്ചോണ്ടേ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രയാസമുണ്ടോ? ഈ ഏതൊക്കെ വാക്സിന് പിന്നെ എന്ത് വാൽവ്? കട്ടപിടിക്കുന്ന പ്രശ്നം. മെറ്റൽ വാൽവ് ആണോ വെച്ചിരിക്കുന്നത്? ഏത് വാൽവ് വെച്ചിരിക്കുന്നത്? മെറ്റൽ വാൽവ് ആണോ? വാർഫറിൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? വാൽഫറും കഴിക്കുന്നുണ്ട്, മെക്കാനിക്കൽ വാൽവ്. ഓക്കെ. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വാർഫറിൻ നിർത്തേണ്ട ആവശ്യമില്ല. വാർഫറിൻ ഇപ്പം കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. വാക്സിൻ എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഡോക്ടർ, ഇപ്പോൾ ഈ വിളിച്ച കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ഈ ഹൃദ്രോഗികൾ, കോവിഡ് രോഗികളായ ആളുകൾ ഹൃദ്രോഗമുണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിലും വാക്സിൻ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നുള്ള സംശയമാണ് കൂടുതലായി വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഹൃദ്രോഗവുമായി പ്രശ്നമുള്ള, ഹൃദയ സംബന്ധമായ രോഗമുള്ള ആളുകൾ വാക്സിൻ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ രോഗികൾ, അതിൻ്റെ ഒരു സ്റ്റേജുകൾ വ്യത്യാസപ്പെടുന്നുണ്ടോ? കൂടുതലായി ബാധിക്കാനിടയുള്ള ആളുകൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ വാക്സിനേഷൻ്റെ സംശയം കൂടുതലായി വരുന്നുണ്ട്. ഈ വാക്സിൻ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ജനറലി ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് അവർ മിക്കവാറും നല്ലൊരു ശതമാനം രോഗികൾക്കും ഡയബറ്റീസും വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനറലി അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. എന്ന് മാത്രമല്ല അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്ന് മാത്രമല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള ഹൃദ്രോഗികളിൽ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അത് കാരണം വാക്സിൻ എടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ വാക്സിൻ ഇത്രയധികം സംശയം വരാൻ കാരണം ജനങ്ങളിൽ, ഒന്നാമത്തെ കാരണം പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുത്തതിന് ശേഷം ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തം കട്ടപിടിക്കുന്നു എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പററി ആയിട്ട് അത് വാക്സിനേഷൻ നിർത്തിവെക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ പഠനങ്ങളൊന്നും അങ്ങനെ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല വാക്സിൻ എടുത്തത് കൊണ്ട് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ജനറലി ടു ബി സേഫർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൃദ്രോഗമുള്ള ആൾക്കാർ അവർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല വാക്സിൻ എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഗോപിനാഥൻ നായർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ഗോപിനാഥൻ നായർ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാറേ, നമസ്കാരം. എനിക്ക് സംശയമുള്ളത്, ഞാൻ ഒരു 3-5 വർഷമായിട്ട് ബ്ലോക്ക് ഉണ്ട്, അതിന് ചികിത്സ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിന് മിനിഞ്ഞാന്ന് വാക്സിൻ എടുത്തിരിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചത്. കുഴപ്പമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഹാർട്ടിന്റെ മരുന്നുകളൊക്കെ അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. ഹാർട്ടിന്റെ ബ്ലോക്കിന് ഡോക്ടർമാർ തന്നിരിക്കുന്ന മരുന്നുകളൊക്കെ അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും നിർത്താൻ പാടില്ല. പ്രത്യേകിച്ച് അപ്പം അവർ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പിന് പോവുക. വാക്സിൻ കാരണം പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഡോക്ടർ, ഇനി സുരാജ് എന്നൊരു പ്രേക്ഷകനാണ് സംശയം ചോദിക്കാനായുള്ളത്. സുരാജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. എന്റെ അമ്മയ്ക്ക് കുറച്ച് മെഡിസിൻ എല്ലാം അലർജിയാണ്. അപ്പോ ഈ വാക്സിൻ എടുക്കുമ്പോൾ പ്രശ്നം വരുമോ? അത് ഒന്ന് വാക്സിനേഷൻ സെന്ററിലുള്ള ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ എന്ത് ടൈപ്പ് സിംറ്റംസ് ആണെന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പം ചില ആൾക്കാർക്ക് ചില മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു റാഷ് വരാം. ചില ആൾക്കാർക്ക് ചില മരുന്നുകൾ എടുക്കുമ്പോൾ ശ്വാസം മുട്ട് പോലത്തെ സിംറ്റംസ് വരാം. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടർ കണ്ട് അസസ് ചെയ്തതിന് ശേഷം ആ ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും ഇപ്പം അമ്മയ്ക്ക് മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് വായിക്കാത്ത കുറച്ച് പൊക്കൽ വരും, മറ്റേ അണ്ണാക്കിന്റെ അവിടെ കുറച്ച് പൊക്കൽ വരും, അങ്ങനെയൊക്കെ സംഭവമാണ്. ഓക്കെ, അതൊന്ന് അസസ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും. മൈനർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പം മേജർ അലർജിക് റിയാക്ഷൻസ് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ആ ഒരു
ഏത് വാക്സിൻ വേണം, എപ്പോൾ കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത്. ഓക്കെ ഓക്കെ. അത് ക്ലോസ് മെഡിക്കൽ സൂപ്പർവിഷനിൽ വേറെ കൺസൾട്ട് ചെയ്യണമല്ലേ? അതെ അതെ. ഡോക്ടർ, ഇനി പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. പ്രസന്നൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, നമസ്കാരം. ഹലോ നമസ്കാരം, ചോദിച്ചോളൂ. നമസ്കാരം. പിന്നെ ഈ ഡോക്ടർ, ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? നമസ്കാരം. ജനറലി മേജർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ എടുത്ത സൈറ്റിൽ ചിലപ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ചെറുതായിട്ടൊരു പനിയോ തലവേദനയോ 2-3 ദിവസം ഉണ്ടാവും. അതല്ലാതെ മേജർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എല്ലാം വളരെ റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഭാവിയിൽ ഉണ്ടാവുമോ? എങ്ങനെ? ഭാവിയിൽ എന്തെങ്കിലും 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് കാര്യങ്ങൾ എന്താ സാധ്യതയുണ്ടോ? അത് നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്സിൻസ് എല്ലാം നമ്മൾ മാർക്കറ്റിൽ ഏത് മരുന്നാണെങ്കിലും വാക്സിൻ ആണെങ്കിലും മാർക്കറ്റിൽ വരുമ്പോൾ 10, 20, 30 കൊല്ലത്തെ റിസർച്ച് ചെയ്തതിന് ശേഷം ആണ് അതിൻ്റെ ലൈസൻസ് ഓരോ ഗവൺമെൻറ്റും ഓരോ രാജ്യത്തിനും കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും പല വാക്സിൻസും ഒരു 6, 8, 10 മാസത്തെ റിസർച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് നമുക്ക് വരും വർഷങ്ങളിൽ കാണാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു പ്രസന്നൻ. ഇപ്പോൾ അശോകൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ് പൊന്നാനിയിൽ നിന്ന്. അശോകൻ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാർ. ചോദിച്ചോളൂ. ഹലോ സാറേ, എനിക്ക് ഹലോ കോവിഡ് പോസിറ്റീവായി 2 മാസമായി. 2 മാസം ആയിട്ടില്ല, 1 മാസം 20 ദിവസമായി. ഇപ്പോ നെഞ്ഞിനൊരു ശ്വാസം മുട്ടുന്നത് പോലെ ഇങ്ങനെ നെഞ്ഞിന് ഭാരം പറയുന്നത് എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെ കോവിഡ് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നോ? ഇല്ലില്ല, യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരു ശ്വാസം മുട്ടോ പനിയോ ചുമയോ ഒന്നും ഉണ്ടായിട്ടില്ല. വന്നു 5-ാം ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആവുകയും ചെയ്തു. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ഡോക്ടർ കണ്ട് എക്സാമിൻ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ സാറേ, ഈ വാക്സിൻ ഇപ്പൊ നമ്മളൊരു ആശാപ്രവർത്തകർ പറഞ്ഞു 3 മാസം കഴിഞ്ഞേ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ഓൾറെഡി വാക്സിൻ എടുത്തു. ഞാനൊരു പ്രവാസിയാണ്. അതെ, ജനറലി. ഓക്കെ, ഫസ്റ്റ് ഡോസ് എപ്പോഴാണ് എടുത്തത്? ഡോസ് 2-ാം തീയതി ഈ മാസം. ഹലോ. ഈ മാസം ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ജനറൽ റെക്കമെൻഡേഷൻ നമുക്കൊന്നൊരു കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്കൊരു ആക്റ്റീവ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ജനറലി റെക്കമെൻഡ് ചെയ്ത് 2-3 മാസം കഴിഞ്ഞിട്ട് വാക്സിൻ എടുത്താൽ മതി എന്നാണ്. നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറ്റുന്നത് വെച്ചാൽ നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണ്ട ആൻറ്റിബോഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത്. നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശവും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഒരു ലെവൽ വരെ ആൻറ്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കും. അപ്പോൾ ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ വരുന്നതും ഒരു വാക്സിൻ കൊടുക്കുന്നതിൻ്റെയും ഇഫക്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ജനറലി 2 months റെക്കമെൻഡ് ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ചുരുക്കം സമയത്ത് ഡേറ്റ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ടുള്ള സ്പെക്കുലേഷനിലാണ് നമ്മൾ ഓരോ ടൈം സ്കെയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഗവൺമെൻറ് തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ തുടങ്ങിയ സമയത്ത് 4 ആഴ്ച കഴിഞ്ഞിട്ട് 2ാമത്തെ ഡോസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് 6 ആഴ്ചയായി, 8 ആഴ്ചയായി, ഇപ്പം 84 ദിവസം വരെ ആയി. അപ്പം അതിന് കാരണം നമ്മൾ ഈ അസുഖത്തിനെക്കുറിച്ച് ഓരോ ദിവസവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ബോഡിയിൽ എത്ര നാൾ ആൻറ്റിബോഡീസ് ഉണ്ടാവും, എപ്പോഴാണ് അടുത്ത ഡോസ് എടുക്കേണ്ട കറക്റ്റ് സമയം, ഇതിനുള്ള എല്ലാം ഡേറ്റ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലാത്ത, സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ കോവിഡ് അസുഖത്തിനുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലും വാക്സിനേഷൻ പ്രോട്ടോക്കോൾസിലും എല്ലാത്തിലും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു അശോകൻ. ഇനിയിപ്പോൾ രഞ്ജിത്ത് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, ഡോക്ടറോട് ചോദിക്കാം. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് രഞ്ജിത്താണ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഓൾറെഡി ഒരു കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, റിക്കവറായി. അപ്പോൾ ഈ രാത്രി അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ സാർ ഈ നെഞ്ചിൻ്റെ സൈഡിലായിട്ട്, അതായത് നമ്മളെ വാരിയെല്ലിൻ്റെ സൈഡിലായിട്ട് ചെറുങ്ങനെ കുത്തുന്നത് മാതിരിയുള്ളൊരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട്.
അത് എന്തുകൊണ്ടാണ്? അത് ഈ ഹൃദ്രോഗത്തിന്റെ കോവിഡ് അങ്ങനെ എന്തുമാണ്? നിങ്ങൾ കോവിഡ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നോ? ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വന്നിരുന്നോ? ഓക്സിജന്റെ ഇല്ല അളവിൽ കുറവോ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്നാണോ ചുമ ട്രീറ്റ്മെന്റ്? മാത്രമാണ് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും മുമ്പ് അസുഖമുള്ള ആളാണോ? ഇല്ല പ്രഷർ ഷുഗർ അങ്ങനത്തെ പോലെ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടായില്ല. ഷുഗറോ പ്രഷർ? ഓക്കെ. അപ്പം ഇതിപ്പം കോവിഡുമായിട്ട് ഉള്ള റിലേഷൻ അൺലൈക്ലി ആവാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, നെഞ്ചുവേദന വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു ECG എടുക്കാനും ബാക്കി ടെസ്റ്റുകൾ ചെയ്യേണ്ട ഡോക്ടറിനെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ കോവിഡുമായിട്ട് റിലേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറവാണല്ലേ സാർ? ഓക്കെ. ഓക്കെ, ഇനി രഞ്ജിത്താണ് ഇപ്പോൾ സംസാരിച്ചത്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ഡോക്ടർ രാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് കുറെ മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മറ്റേ ഈ റോട്ടോ ക്യാപ്പ് വലിക്കുന്നുണ്ട്, മറ്റേ പെൻഡിൽസ് 400 പിന്നെ നെബിയമിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് ചെയ്യുന്നുണ്ട്. 65 വയസ്സുണ്ടാവും. എങ്ങനെ? ചോദ്യം മനസ്സിലായില്ല. ഈ അമ്മയ്ക്ക് കുറെ മുമ്പ് ഹാർട്ടിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു, ഒരു 10-20 വർഷം മുമ്പ്. അത് മനസ്സിലായി. ഇപ്പൊ ചോദ്യം സ്ഥിരമായിട്ട് ഈ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ശ്വാസമുട്ടലിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഈ ബൊഡോമെറ്റ് റോട്ടോ ക്യാപ്പ് 200 വലിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇത് വാക്സിൻ എടുക്കുന്നുണ്ടെന്ന് കുഴപ്പമുണ്ടോ അറിയാൻ വേണ്ടി. ഇല്ല, വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പൊ ഈ ഗുളിയൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ മരുന്നുകളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. അതിന്റെ ശ്വാസമുട്ടിന്റെ കാര്യം അത് നോക്കിയാൽ നമുക്ക് 2 പ്രശ്നങ്ങളുണ്ട് അവിടെ. ഇൻഹേലർ എടുക്കുന്നത് ലങ്സിന്റെ ആസ്മ പോലത്തെ എന്തെങ്കിലും അസുഖം കൊണ്ടാവാം. പിന്നെ വാൽവ് മാറ്റി വെച്ചത് പറഞ്ഞ് പെൻഡിറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് പ്രോബബ്ലി ചെറുപ്പത്തിൽ റുമാറ്റിക് ഫീവർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെൻഡിറ്റ്സ് ടാബ്ലറ്റ്സ് തരുന്നത്. അതുകൊണ്ടായിരിക്കും വാൽവ് മാറ്റി വെക്കേണ്ടി വന്നത്. സോ അതിൻ്റെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണം. അത് നിങ്ങളുടെ ട്രീറ്റ് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിൻ്റെ മരുന്നുകൾ ഓപ്റ്റിമൈസ് ചെയ്താൽ മതി. വാക്സിൻ എടുക്കുന്നതിൽ കുഴപ്പമില്ല. ഡോക്ടർ, ഇനി അബ്ദുൽ നാസർ എന്നൊരു പ്രേക്ഷകനാണ് ഉള്ളത്. നാസർ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, എന്റെ സംശയം, എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു. പക്ഷെ അതിന് ഞാൻ കുറച്ച് മരുന്നെല്ലാം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം മരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു അവസരത്തിൽ റംസാൻ മാസം ഈ രാത്രി സമയത്താണ് എനിക്ക് അറ്റാക്ക് ആയിട്ട് ആദ്യമായിട്ട് വന്നത്. അപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞത്. ഇപ്പൊ ഈ കഴിഞ്ഞ നോമ്പിന് 28-ന് എനിക്ക് വന്നിട്ട് മൊത്തം ചെറുതായിട്ടൊരു വേദന വന്നു. അങ്ങനെ പിന്നെ മൊത്തം ശരീരത്തിന്റെ എല്ലാ ഭാഗവും വേദനയായിരുന്നു. അപ്പൊ ഞാനിത് സാധാരണ ഞാൻ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി അതേ ഒരു 3-4 തരം ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കണ്ടിരുന്നു. അപ്പൊ അത് ഗുളികൾ കുറച്ച് 1-2 ഗുളികൾ കമ്മിയാക്കി. കാരണം എനിക്ക് ഷുഗർ മാത്രം ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോൾ 270 ഫാസ്റ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ബാക്കി കൊളസ്ട്രോളും മറ്റു BP ഒക്കെ നോർമൽ തന്നെയാണ്. പക്ഷെ എന്റെ ഈ ശരീരത്തിന്റെ 2 കയ്യിന്റെ ഈ ജസ്റ്റിന്റെ ഇവിടെ ഷെയ്റ്റ് വരുന്നു. അതുപോലെ തന്നെ കൈ പൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാൻ എല്ലിന്റെ ഡോക്ടറിനെയും കാണിച്ച് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. കൈയൊന്നും 2 കൈയും. ഞാനൊരു പ്രത്യേകമായിട്ട് ഡോക്ടറെ ചോദിച്ചു ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണോ ഇത് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഡോക്ടറിന്റെ മരുന്ന് ഞങ്ങൾ കുറെ 2-3 മാസത്തോളായി കഴിക്കാൻ തുടങ്ങിയിട്ട് ശമനം കിട്ടുന്നില്ല. ഈ വലം കൈയിന്റെ ഇടകൈയിന്റെ ഒക്കെ മസിലുകളൊക്കെ ക്ഷയിച്ചു വരികയാണ്. ഹൃദ്രോഗത്തോടനുബന്ധപ്പെട്ടിട്ടാണോ സംശയത്തിന്റെ പേരിൽ ചോദിക്കുക. അത് പറയാൻ പറ്റില്ല. പറയുന്നത് കേട്ട് നിങ്ങൾ പറയുന്ന സിംറ്റംസ് കേട്ടിട്ട് അത് ഹാർട്ട് ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു അബ്ദുൽ നാസർ. ഇനി സദാനന്ദൻ എന്നൊരു പ്രേക്ഷകനാണ് ഉള്ളത്. സദാനന്ദൻ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം സാർ. ഓക്കെ സാർ, എനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് ഈ ചില മരുന്നുകളൊക്കെ അലർജിയാണ്. ഈ സിഫ്ര, മെട്രോജെല് എന്നുള്ള ഗുളികകളൊക്കെ കുടിക്കുമ്പോൾ അലർജി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റും? എന്ത് ടൈപ്പ് അലർജിയാണ് വരുന്നത്?
ഇപ്പൊ മരുന്ന് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ കുടിച്ചാല് ചൊറിച്ചിൽ, തൊണ്ടയൊക്കെ പൊള്ളുക. അല്ല അത് മനസ്സിലായി. ഈ ഓക്കെ, ശ്വാസം മുട്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? ശ്വാസം മുട്ടൊന്നും വരലില്ല. ചൊറിഞ്ഞ് തടിക്കുക, ചുണ്ടും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഓക്കെ, അങ്ങനത്തെ ചെറിയ മൈനർ അലർജിക് റിയാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ഒരു ക്ലോസ് മെഡിക്കൽ സൂപ്പർവിഷനിൽ എടുക്കുന്നത് നല്ലത്. അപ്പോൾ ഞാന് ഈ ക്യാമ്പിൽ ഒരു പ്രാവശ്യം പോയിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുക്കാണ്ട് എന്നെ മടക്കി വിടുക ചെയ്ത്. ഓക്കെ, അതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലത്. ആ. ഇങ്ങനെ ഇങ്ങനെ ഒരു അലർജിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ എടുക്കുന്നതായിരിക്കും ഉചിതം. വീണ്ടും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക്. കോവിഡും ഹൃദ്രോഗവും എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഡോക്ടർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ, ഇപ്പോൾ ഇന്ന് കൂടുതൽ സമയവും ഇത്രയും സമയം അരമണിക്കൂറിലേക്ക് അടുക്കുകയാണ് ഈ പരിപാടി ആരംഭിച്ചിട്ട്. കൂടുതൽ സംശയവും വന്നത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു 3-4 പോയിൻ്റായി തിരിച്ച് പെട്ടെന്ന് അതിനുള്ളൊരു മറുപടി എല്ലാവർക്കും വേണ്ടി അതിൻ്റെ ഒരു മറുപടി പറഞ്ഞിട്ട് പോകാമെന്ന് തോന്നുന്നു. ഒന്ന്, ഈ വാക്സിൻ എടുക്കുന്നവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. പിന്നീട് അലർജി എന്തെങ്കിലും പ്രശ്നമാകുന്നുണ്ടോ എന്ന മറ്റൊരു ചോദ്യം. പിന്നീട് മരുന്ന് കഴിക്കുന്നവർ ഈ ദിവസമെങ്കിലും വാക്സിൻ എടുക്കുന്ന ദിവസമെങ്കിലും അത് ഒഴിവാക്കേണ്ടതുണ്ടോ, മരുന്ന് കഴിക്കാമോ എന്നുള്ളൊരു സംശയം. നാലാമത്തേതായി, ഈ വാക്സിൻ എടുത്ത ആളുകളിൽ ഹൃദയാഘാതം, ഈ വാക്സിൻ എടുത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ആശങ്ക പലർക്കും കാണുന്നുണ്ട്. പലരും അത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ 4 പോയിൻ്റായി തിരിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് അതിനുള്ള മറുപടി പറഞ്ഞാൽ ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നവർക്ക് അത് നല്ലതായിരിക്കും. ഇപ്പം വാക്സിൻ എടുക്കുന്നതിൽ എല്ലാ ആൾക്കാർക്കും വാക്സിൻ എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അലർജിക് റിയാക്ഷൻസ് വളരെ റെയറായിട്ടാണ് കണ്ടുവരുന്നത്. അത് മൈനർ അലർജി ഉള്ള ആൾക്കാർക്ക് വാക്സിൻ എടുക്കുന്നതിൽ തെറ്റില്ല. മേജർ അലർജിക് റിയാക്ഷൻസ് ഉള്ള ആൾക്കാർ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും, ഒരു പ്രോപ്പറായിട്ട് അസസ്മെൻറ്റിന് ശേഷം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മൂന്നാമത്തെ ഈ ഹൃദ്രോഗത്തിന്, അതായത് ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, മരുന്നുകൾ നിർത്തുന്നത്. മരുന്നുകൾ ഇപ്പം നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഷുഗറിനുള്ളതാണെങ്കിലും ബ്ലഡ് പ്രഷറിനുള്ളതാണെങ്കിലും നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകൾ ഒന്നും നിർത്താൻ പാടില്ല. എല്ലാ മരുന്നുകളും വാക്സിൻ എടുക്കുന്ന ദിവസവും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. പിന്നെ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ടായിരുന്നു, ചില ശരീരത്തിന് ചില ഭാഗങ്ങൾ, എസ്പെഷ്യലി തലച്ചോറിലേക്കുള്ള ഒരു വെയിൻസിനകത്ത് ബ്ലഡ് കട്ട പിടിക്കുന്നതായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും പല സ്റ്റഡീസിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാർജ് സ്കെയിൽ ട്രയൽസിൽ ഇതുവരെ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഇതുവരെയുള്ള ഒരു ഡേറ്റ വെച്ച് നോക്കുമ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ, എസ്പെഷ്യലി അവർക്ക് ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എക്കോസ്പിരിൻ അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനിയിപ്പോൾ ഷിഹാബ് എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷിഹാബ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഷിഹാബ്, കേൾക്കാമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് കോവിഡ് വന്ന് നെഗറ്റീവായ ആളാണ്. ചോദിച്ചോളൂ. കോവിഡ് വന്ന് നെഗറ്റീവായ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കും ചെറുതായിട്ട് ഈ കുറുകുറുപ്പും ചുമയും, രാത്രിയിൽ ചുമ വിട്ടുമാറുന്നില്ല, ഈ വലിവുള്ളതുപോലെ ഒരു. ഈ കോവിഡ് വന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്? കോവിഡ് വന്ന സമയത്ത് തുടക്കത്തിൽ തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇല്ല, ശ്വാസം മുട്ട് അങ്ങനത്തെ ഒന്നുമില്ല, ശ്വാസം എടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ശ്വാസം മുട്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇത് ചില പേഷ്യൻസിന് കോവിഡ് ഇതിപ്പം ഏസിംറ്റമാറ്റിക് ആയിട്ട് ചെറിയ സിംറ്റംസ് വന്നിട്ട് കോവിഡ് അങ്ങനെ അങ്ങ് പോവും. വളരെ ചുരുക്കം രോഗികൾക്ക് മാത്രമേ സിവിയർ ഇൻഫെക്ഷൻ വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും ന്യൂമോണിയ വരികയൊക്കെ വരുള്ളൂ. ഇപ്പോൾ ന്യൂമോണിയ ഒന്നും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ലങ്സിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് വന്നിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ പ്രോബബ്ലി ഇത് കോവിഡ് അൺറിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കാം. സോ ഒരു ചെസ്റ്റ് എക്സ്റേയും ബാക്കി ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിലേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, താങ്ക് യു. ഇനി നിസാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ നിസാർ, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഞാനേ
ഹലോ. ആ ചോദിച്ചോളൂ. ഞാൻ എന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ഇപ്പൊ 1 വർഷമായേ. ഓക്കെ. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും? എനിക്കിപ്പോ 2 ദിവസം ഒരു മാസമായിട്ട് മേലൊക്കെ ഒരു ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ട്. ഞാൻ വാക്സിനേഷൻ എടുത്തിട്ടില്ല. അപ്പൊ അത് എടുക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഇല്ല, വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. മരുന്ന് ഇപ്പൊ കഴിക്കുന്ന ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള മരുന്നുകളൊന്നും നിർത്താൻ പാടില്ല. മരുന്നുകളൊക്കെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഈ ചൊറിച്ചിൽ എന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടറിനെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടേ അത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണോ നോക്കുക. ഓക്കെ, നിസാറാണ് ഇപ്പോൾ വിളിച്ചത്. ഇപ്പോൾ മറിയാമ്മ എന്നൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. മറിയാമ്മ, ഡോക്ടറോട് ചോദിക്കാം. മറിയാമ്മ കേൾക്കാമോ? ഹലോ. ഇല്ല, ആ കോള് ഡ്രോപ്പായി എന്നാണ് തോന്നുന്നത്. ഡോക്ടർ, നമുക്കിനി മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ കോവിഡുമായി ചേർന്ന് ജീവിക്കാൻ തുടങ്ങി 2 വർഷത്തോളം ആവുകയാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഹൃദ്രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം, എല്ലാവരും ഹൃദ്രോഗമുള്ള പേഷ്യൻസിനെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ, ഈവൻ ചെറിയ സിംറ്റംസ് വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട മരുന്നുകൾ സമയത്തിന് കൊടുക്കണം. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഡയബറ്റിസിൻ്റെ കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഡോസും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേരത്തെ സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻസോ അതുമല്ല ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികൾ, അതായത് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഫാമിലി ഹിസ്റ്ററി അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഒരു കോവിഡ് വരാതിരിക്കാൻ നോക്കണം. അതൊന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഹാൻഡ് വാഷിങ്ങും മാസ്കും അങ്ങനത്തെയുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഡിസീസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സുമായിട്ട്, അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം വേണ്ടതായിട്ടുള്ള മരുന്നുകളും പ്രിക്കോഷൻസും, കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസും എടുക്കണം. ഡോക്ടർ, ഇപ്പോൾ കുഞ്ഞിമോൾ എന്നൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. കുഞ്ഞിമോൾ, ഡോക്ടറോട് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോന് സിവിയർ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അത് കൂടാതെ ടോംബോ എംബോളിസും ഉണ്ട്. ഓക്കെ. അപ്പോൾ സാർ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതൊരു നല്ലൊരു ചോദ്യമാണ്. അത് എത്ര വയസ്സുണ്ട് അയാൾക്ക്? ഒരു 40 ഉണ്ട്. 40. 40 ഓക്കെ. 40 വയസ്സ് സാർ. ഇതിന് ഈ പൾമണറി ഹൈപ്പർടെൻഷൻ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? സിവിയർ PH ഉണ്ട് സാർ. അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? റീസൺ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മള് ബാംഗ്ലൂര് മറ്റേ നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ റീസൺ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എവിടെയോ ബ്ലഡ് ക്ലോട്ട് ആയിട്ട്, അത് കാലിന്റെ അവിടെ എവിടെയോ ഒരു ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ലങ്സിൽ മുഴുവൻ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മെഡിസിൻ വാർഫും പിന്നെ കുറച്ച് മെഡിസിൻസും കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു മെഡിസിൻ കൂടെ ഉണ്ട്, അതിന്റെ പേര് ഞാൻ അതിന്റെ ഇപ്പോൾ ക്രോണിക് പൾമണറി ത്രോംബോ എംബോളിസം എന്ന് പറയുന്ന കണ്ടീഷന് നമുക്ക് 2 ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഒന്ന് ബ്ലഡ് വാർഫറിൻ മരുന്ന് കഴിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ്, പൾമണറി ത്രോംബോ എൻഡോട്രക്ടമി എന്ന് പറയും. അതൊരു വളരെ മേജറായിട്ടുള്ള സർജറിയാണ്. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ വാക്സിൻ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളത് ഒരു നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ കോവിഡ് വന്ന രോഗികളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും മരണപ്പെടുന്നത് ഈ ലങ്സിനകത്ത് ബ്ലഡ് കട്ടപിടിച്ചും ഹാർട്ടിനകത്ത് ബ്ലഡ് കട്ടപിടിച്ച് ഹാർട്ട് അറ്റാക്കും ലങ് ഫെയിലിയറും വരുന്നത് കൊണ്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാരും മരണപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള രോഗികളിൽ വാക്സിൻ എടുക്കാമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം, അതിനൊരു യെസ് ഓർ നോ എന്നൊരു ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷനും എല്ലാം അസസ് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കുഞ്ഞുമോളാണ് വിളിച്ചത്. ഇപ്പോൾ ശങ്കർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ശങ്കർ, ഡോക്ടറോട് ചോദിച്ചോളൂ.
നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ കഴിഞ്ഞ 8-ാം തീയതി എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. 19-ാം തീയതി നെഗറ്റീവ് ആയി. 19-ാം ശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടല് അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ചെറിയ ഡിസ്പെൻസറി പോയപ്പോൾ ഡൈമറൊക്കെ കൂടുതലായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഓക്സിജന്റെ അളവ് കുറവായിരുന്നു, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു 5-6 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തു. അവര് രക്തം കട്ടുപിടിക്കാനുള്ള മരുന്നും ആന്റിബയോട്ടിക് ഒക്കെ തന്നു. ഇപ്പൊ എല്ലാം കുറവായി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാല് എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോഴോ ഒരു എന്താ പറയണ്ട ഒരു ഇത് കിതപ്പുണ്ട്. പിന്നെ ശരീരത്തിന് മൊത്തത്തിലൊരു ആരോഗ്യക്കുറവുണ്ട്. ഇത് എപ്പോഴാ പിന്നെ അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തപ്പം ഗ്യാസിന്റെ മറ്റേ ഗുളിക മാത്രമേ തന്നുള്ളൂ. പിന്നെ സാറ് ഈ പറഞ്ഞതൊക്കെ രക്തം കട്ടൊടിക്കാൻ ഗുളികയോ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ അസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇതേ ഉള്ളൂ, ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. നടക്കുമ്പോഴേ കയറ്റം കയറുമ്പോഴേക്കും ഒരു കിതപ്പുണ്ട്. ഇനിയിപ്പോ എപ്പോഴാ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അന്ന് അവര് ഈ മെഡിക്കൽ കോളേജിൽ ഈ 2ാമത്തെ പ്രാവശ്യം അഡ്മിറ്റ് ആയപ്പോൾ അന്ന് അവിടെ CT സ്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അവിടെ എക്സ്റേ എടുത്തായിരുന്നു, ECG എടുത്തായിരുന്നു. ഓക്കെ. ലങ്സിന്റെ നെഞ്ചിന്റെ സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നോ? ഹലോ ശങ്കർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ ലങ്സിന്റെ സ്കാനിങ് എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നാണ് CT സ്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പം കാലിൽ ഇപ്പം രക്തം കട്ട പിടിച്ചിട്ട് ലങ്സിലോട്ട് പോയിട്ടുണ്ടെങ്കിലേ അപ്പം അത് ലങ്സിന് കുറച്ച് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ലങ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് നമുക്ക് പല ടെസ്റ്റുകൾ ചെയ്താലേ എന്തുമാത്രം ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് ലോങ് ടേം സിംറ്റംസും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ പറ്റുള്ളൂ. ഇപ്പം ലങ്സിനകത്ത് ക്ലോട്ട് വന്നിട്ടുണ്ട്, ലങ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ട് മാറാൻ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുക്കാം. ലങ്സിനകത്ത് എന്താ പറ്റുന്ന വെച്ചാൽ ആവശ്യത്തിന് രക്തഓട്ടം ഹലോ, കിതപ്പെന്നല്ലേ പറഞ്ഞതാ? കിതപ്പാണെന്നല്ലേ പറഞ്ഞത്? അതാണ് കിതപ്പെന്ന് പറയുന്നതല്ലേ ശ്വാസം മുട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ ലങ്സിനകത്ത് രക്തം കട്ട പിടിച്ചിട്ട് ആ ഭാഗത്തേക്കുള്ള ലങ്സിനകത്ത് സ്കാറിങ് വരും, ഫൈബ്രോസിസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തഴമ്പ് പോലെ വരും. അപ്പം നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ എന്തുമാത്രം ലങ് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, എന്തുമാത്രം റിവേഴ്സിബിൾ ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല കോവിഡ് വന്ന പല രോഗികൾക്കും 6 മാസം വരെയോ 8 മാസം വരെയോ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ട് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഓക്സിജൻ റിക്വയർമെൻറ്റും ഹോസ്പിറ്റൽ അഡ്മിഷനും ഒക്കെ വന്ന സ്ഥിതിക്ക് ലങ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. അതിന് പലതരത്തിലുള്ള ശ്വാസം മുട്ടും ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ഈ അസുഖത്തിനെ കുറിച്ച് ഒരു 1.5 വർഷമായിട്ടുള്ള ഡേറ്റയെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ഓരോ ദിവസവും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റിൽ പല ഓപ്ഷൻസും കണ്ടെത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സുൽഫിക്കർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സുൽഫിക്കർ, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ സാറേ, നമസ്കാരം. ഞാൻ 60 വയസ്സുള്ള ഒരു വ്യക്തിയാണ് സാറേ. നമസ്കാരം. പിന്നെ ഞാൻ ഈ കോവിഡ് ആദ്യ സെപ്റ്റംബറിൽ തന്നെ ഞങ്ങള് ഹോമിയോയുടെ ഗുളിക കഴിക്കണം പ്രതിരോധത്തിനെന്ന് പറഞ്ഞ് ഹോമിയോയുടെ മരുന്ന് ഞാൻ ഇതുവരെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ സാറേ? പിന്നെ ബിപിക്കുള്ള ഗുളിക കഴിക്കുന്നുണ്ട് 25. അതെ, അതിൽ കാര്യമില്ല. വാക്സിനേഷൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഹോമിയോ മരുന്നൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. അതിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ബോഡി അസുഖത്തിനെ പ്രതിരോധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വാക്സിൻ തരുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കുന്നത് നല്ലത്. ഓക്കെ, ഇനി നിസാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നിസാർ, ഡോക്ടറോട് ചോദിക്കാം.
ഡോക്ടർ, എനിക്ക് പെൻസിലിൻ മരുന്നില് അലർജി ഉണ്ട്. അപ്പൊ ഞാന് ഒരു പ്രവാസിയാണ്. അപ്പൊ ഞാൻ ഈ പ്രവാസിയുടെ ഇതില് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു. അപ്പൊ അവിടെ അവര് അലർജി ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പെൻസിലിൻ മെഡിസിനിൽ എനിക്ക് അലർജി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് വാക്സിൻ എടുക്കാൻ പെൻസിലിൻ എടുക്കുമ്പോൾ എന്ത് ടൈപ്പ് ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? പെൻസിലിൻ എടുത്താലേ എന്ത് ടൈപ്പ് അലർജിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്? 10 വയസ്സിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ ഒരു എന്തോ പനി എന്തോ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ മേല് അറിയാമോ? ഓക്കെ, അത് കുഴപ്പമില്ല. അതൊരു മൈനർ റിയാക്ഷൻ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വാക്സിനേഷൻ എടുക്കുന്നത് നല്ലത്. ഓക്കെ, നിസാറാണ്. വാക്സിനേഷൻ നമ്മൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടല്ലോ. ചിലതൊക്കെ ഒരു സ്കൂളുകളിലോ സ്റ്റേഡിയത്തിലോ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മാസ് വാക്സിനേഷൻ സെന്ററിലും പോകുന്നതിന് പകരം ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ മെഡിക്കൽ സൂപ്പർവിഷനിൽ വാക്സിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹലോ. എനിക്ക് ഒരു 10 വർഷം മുന്നേ ആർട്ടിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു, ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇപ്പൊ അടുത്തിടയ്ക്ക് കഴിഞ്ഞ മാസത്തില് പോയി ഫുള്ള് ചെക്കിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം നോർമൽ സ്റ്റേജ് ആണ്. അപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മരുന്നും ഷുഗറ് BP എല്ലാം എനിക്കുണ്ട്. അതിനെല്ലാത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം കാലിന് ഭയങ്കരമായിട്ട് ഉരി പാദത്തില്. ഹലോ, കോവിഡ് വന്നതിന് ശേഷമോ? അല്ല, കോവിഡ് വന്നതിന് ശേഷം പ്രോബ്ലം. ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലിന്റെ പാദം അല്ലോ, പാദം രണ്ട് കാല്, റൈറ്റിനോ ലെഫ്റ്റിനോ, അതിന്റെ വിരലിന്റെ അവിടെ ഒരു മരവിപ്പ്, ഭയങ്കര തരിപ്പും. ഓക്കെ, ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇത് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കോവിഡ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇത് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നത് നല്ലത്. കാലിൽ നീരുണ്ടെങ്കിൽ ഒന്നുകിൽ ഹാർട്ട് ഫെയിലിയർ, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഷുഗറും പ്രഷറും ഹാർട്ട് ഡിസീസും ഉള്ളതുകൊണ്ട് ഒരു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് അപ്രോപ്രിയേറ്റുള്ള ബ്ലഡ് ടെസ്റ്റും ഒരു കാർഡിയോളജിസ്റ്റിനെയും കാണുന്നത് നല്ലത്. ഓക്കെ, ബാലകൃഷ്ണനാണ് വിളിച്ചത്. ഡോക്ടർ, നമ്മൾ ഈ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു. അതിനിടെ ഈ ECMO, ECMO എന്നൊരു ചികിത്സാ സംവിധാനത്തെക്കുറിച്ച് കേട്ടിരുന്നു. എന്താണത്? ഓക്കെ, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 95% രോഗികൾക്കും ഇതൊരു ചെറിയ പനിയോ ജലദോഷമോ ഒരു തലവേദന, ബോഡി പെയിൻ അങ്ങനെ വന്നിട്ട് അതൊരു ചെറിയൊരു വൈറൽ ഫീവറായിട്ട് അങ്ങ് പോകും. 5% രോഗികൾക്ക് ഇത് കൂടുതൽ മൂർച്ഛിക്കുകയും ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരികയും ചെയ്യാം. അതിലൊരു ചെറിയ ശതമാനം രോഗികൾക്ക് അത് ഒരു സിവിയർ ന്യൂമോണിയ ആയിട്ട് പ്രോഗ്രസ് ചെയ്യും. അങ്ങനെ ന്യൂമോണിയ വരുന്ന പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കോവിഡിൻ്റെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് ചില ആൻറ്റിവൈറൽ മെഡിസിൻസ്, ആൻറ്റിബയോട്ടിക്സ്, സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ്, പിന്നെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിയും പിന്നെ ഓക്സിജൻ കടത്തിവിടാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള മാസ്ക് വഴി വെന്റിലേഷൻ ചെയ്യുക നമ്മൾ ഇനീഷ്യലായിട്ട് ഈ ന്യൂമോണിയ വരുന്ന രോഗികൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ്. നല്ലൊരു ശതമാനം രോഗികളും ഈ ഒരു പ്രോട്ടോക്കോൾ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് വരും. ചില രോഗികൾ, എസ്പെഷ്യലി ഇമ്മ്യൂണിറ്റി വളരെ കുറവായിട്ടുള്ള രോഗികൾ, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതെ വരികയും അവരുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയും ലങ്സിന് കൂടുതൽ ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പം നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലും ഒക്കെ മെസ്സേജസ് പോകുന്നുണ്ടല്ലോ, കമത്തിക്കടത്തി വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. കമത്തിക്കടത്തി വെന്റിലേറ്റ് ചെയ്തിട്ട് ലങ്സിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കടത്തിവിടുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ വെന്റിലേറ്ററിലോട്ട് പേഷ്യൻറ്റിനെ കണക്ട് ചെയ്യുന്നത്.
ഇപ്പോൾ വെന്റിലേറ്ററിന് നമുക്ക് മാക്സിമം കൊടുക്കാവുന്ന 100% ഓക്സിജൻ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിന് കുറച്ച് പ്രഷർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കോവിഡ് വരുന്ന പേഷ്യൻ്റ് എന്താ പറ്റുന്നത് വെച്ചാൽ, സാധാരണ ബലൂൺ നമ്മൾ ഈ ലങ്സ് എന്ന് പറയുന്ന സ്പഞ്ച് പോലെയാണ്, അല്ലെങ്കിൽ ബലൂൺ പോലത്തെ 2 ഓർഗൻസാണ്. സോ അതിനകത്ത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജൻ അകത്തോട്ട് പോകുന്നു, പുറത്തോട്ട് വിടുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് നമ്മൾ ശ്വസിച്ച് പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അതിൻ്റെ ലങ്സിൻ്റെ ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കംപ്ലയൻസ് വേണം. അതായത് അത് ഒരു സ്പഞ്ച് പോലെ അല്ലെങ്കിൽ ബലൂൺ പോലെ ഊതി വീർപ്പിക്കാനും കൊളാപ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. കോവിഡ് ന്യൂമോണിയ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ ഒരു കട്ടിയായി ഒരു ഫുട്ബോൾ പോലെയായി മാറും. അപ്പോൾ അത് കാരണം അതിനകത്ത് ഓക്സിജൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല. അതിനകത്ത് ഈ ലങ്സിൻ്റെ ഇടയ്ക്ക് ഈ രക്തക്കുഴലുകളും ഓക്സിജൻ കടന്നു പോകുന്ന ഈ ബ്രോങ്കിയം തമ്മിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പോൾ ഈ മെംബ്രെയിൻ അക്രോസ് ആയിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ ന്യൂമോണിയ വരുമ്പോഴത്തേക്ക് ഈ ബേസ്മെന്റ് മെംബ്രെയിന് കട്ടി കൂടിയിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല. അത് കാരണം ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്ത് പലതരം പ്രഷർ സെറ്റിങ്സിൽ വെച്ചിട്ട് ശരീരത്തിലേക്ക് ഓക്സിജൻ മാക്സിമം കടത്തിവിടാൻ നോക്കും. അപ്പോൾ നമ്മൾ ഈ വെന്റിലേറ്ററിൽ കൊടുക്കുന്ന ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരുപാട് പ്രഷറിൽ ലങ്സിനകത്തോട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ലങ്സ് ബേസ്റ്റ് ചെയ്യും. ബാരോട്രോമ എന്ന് പറയും. ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ ലങ്സിൻ്റെ പല ഭാഗത്ത് ഡാമേജ് സംഭവിക്കാനും പൊട്ടുകയും ഒരു ന്യൂമോതൊറാക്സ് വെച്ചാൽ നെഞ്ചിനകത്ത് ലങ്സിന് പുറത്ത് പക്ഷേ നെഞ്ചിനുള്ളിൽ എയർ കെട്ടിക്കിടക്കാനും അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു 100% ഓക്സിജൻ കൊടുത്തിട്ടും വെന്റിലേറ്ററിൻ്റെ മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടും ആ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജിലോട്ട് പോകണം. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളത്, ഈ ഓക്സിജൻ എന്ന് പറയുന്ന ൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിക്ക് താഴെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യം എഫക്റ്റ് ചെയ്യുന്ന കിഡ്നിയാണ്, പിന്നെ ലിവർ, പിന്നെ ഹാർട്ട്, ബ്രെയിൻ, അങ്ങനെ എല്ലാ ഓർഗൻസിൻ്റെയും ഫങ്ഷൻ മോശമായി തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രീറ്റ് ചെയ്യാൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക്സും സ്റ്റീറോയിഡ്സും ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ലങ്സിന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആവശ്യത്തിന് ഓക്സിജൻ എല്ലാ ഓർഗൻസിലും എത്തിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി ഓർഗൻ ഫെയിലിയർ വരും. പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി മാക്സിമം ഓക്സിജൻ വെച്ചിട്ടും ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ ഈ ഓക്സിജൻ സാച്ചുറേഷൻ പ്രോബ് വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് ഒരു 80% താഴെയാണെന്നുണ്ടെങ്കിൽ, 80 അല്ലെങ്കിൽ 75% താഴെയാണെങ്കിൽ, അതായത് 100% ഓക്സിജൻ വെന്റിലേറ്ററിൽ സപ്പോർട്ടോട് കൂടി, അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അതിനാണ് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ECMO എന്ന് പറയും. അതൊരു ആർട്ടിഫിഷ്യൽ ലങ്ങാണ്. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ ശരീരത്തിൻ്റെ ഒരു രക്തധമനിക്കകത്ത് ഒരു ട്യൂബ് കടത്തിവിട്ടിട്ട് ശരീരത്തിലുള്ള രക്തം അതുവഴി പുറത്തോട്ടെടുത്ത് പുറത്ത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി, ആ മെഷീൻ ഒരു ആർട്ടിഫിഷ്യൽ ലങ്ങാണ്, ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ആ മെഷീൻ്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടെടുക്കുകയും ഓക്സിജൻ ആവശ്യത്തിൻ്റെ അളവ് അകത്തോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഒരു പ്യൂരിഫൈ ചെയ്ത രക്തം വേറൊരു കുഴൽ വഴി ശരീരത്തിലേക്ക് കടത്തിവിടുന്നതാണ് ECMO എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് പേഷ്യൻസ് ECMO ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർനാഷണൽ ഡേറ്റ കാണിക്കുന്നത് ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ 1.5 കൊല്ലത്ത് ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും ഡേറ്റ കമ്പൈൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേഷ്യൻസിനെ ECMOയിൽ ഇട്ടിട്ടുണ്ട്. ECMOൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, റിക്കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പർട്ടിക്കുലർ അസുഖത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു 100 പേഷ്യൻസിനെ ECMOയിൽ ഇട്ടാൽ അതിലൊരു 30 പേരെ സർവൈവ് ചെയ്യുള്ളൂ. 30% സർവൈവൽ റേറ്റാണ് ഇൻ്റർനാഷണലി ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ. പിന്നെ ഹാവിങ് സെഡ് ദാറ്റ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ടീം ഇവിടെ ഞങ്ങളുടെ ECMO ചെയ്തിട്ടുള്ളത് നമുക്കൊരു 50% വരെ സർവൈവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈ ലങ് ഫെയിലിയർ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ECMO എന്ന് പറയുന്നത്. ഇനി ചില രോഗികൾക്ക് നമുക്ക് ECMOയിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലങ്സിന് റെസ്റ്റ് കൊടുക്കുക, ആ സമയം കൊണ്ട് ഡാമേജ് ആയ ലങ് നോർമലായി വരിക എന്നുള്ളതാണ് ECMO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ഈ ECMOയിൽ കൂടെ ഓക്സിജൻ കടത്തിവിടുമ്പോൾ ബാക്കി ഓർഗൻസ് എല്ലാം പ്രൊട്ടക്റ്റഡ് കൂടി ചേരുകയാണ്. ഡോക്ടർ, നമുക്ക് ആ പ്രേക്ഷകരിലോട് കൂടി പോകാം. രമ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. എനിക്ക് 25 ദിവസമായി എനിക്ക് കോവിഡ് വന്നിട്ട്.
അതിനുശേഷം എനിക്ക് ഒരു സൈഡ് ഭയങ്കര കടച്ചില്, ഇടതുവശം കാലും ഇടുപ്പിന്റെ അവിടെ നിന്നൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കടച്ചിലും വലിവും. പിന്നെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇപ്പൊ കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ എനിക്കിതിന് ശേഷം എന്നാ കോവിഡ് വന്നപ്പോ എനിക്ക് ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോ എനിക്ക് ശ്വാസതടസ്സം വരും. ഇൻഹേലർ ഉപയോഗിച്ചാൽ കുറച്ച് സമാധാനം കിട്ടും. അപ്പൊ അത് ഈ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ സാർ കാലില് നീര് വല്ലതും വന്നിട്ടുണ്ടോ? കാലില് വേദന എന്ന് പറഞ്ഞില്ലേ, കാലില് നീരെന്തെങ്കിലും വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഈ കടച്ചില് ഇപ്പൊ എന്താണ് കോവിഡ് വന്ന ശേഷം ഇല്ല. കോവിഡ് വന്നിരിക്കുന്ന സമയത്താണ് എനിക്ക് കാല് കടച്ചിലുണ്ടായിരുന്നത്. അപ്പൊ ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട് കടച്ചിലായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. ഉറക്കം കുറവായിരുന്നു എനിക്ക് ഈ കാല് കടച്ചിലും ഇടുപ്പ് കടച്ചിലും കൊണ്ട്. ഓക്കെ ഓക്കെ. അത് നമുക്ക് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാലിൽ വേദന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കാലിൽ നീരുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ സ്കാൻ എടുക്കണം, ബ്ലഡ് ക്ലോട്ട് വല്ലതും ഉണ്ടോ നോക്കണം, എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ ഡോക്ടർ ഒരാൾ കൂടി, ഒരു പ്രേക്ഷകൻ കൂടി നമ്മുടെ ലൈനിലുണ്ട്. അവസാനമായി നമുക്ക് അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. ജോസഫ് എന്നൊരു പ്രേക്ഷകനാണ്. ജോസഫ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ 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 ചോദിച്ചോളൂ ജോസഫ്. ഹലോ ചോദിച്ചോളൂ ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഞാനൊരു 2-3 വർഷം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. എനിക്ക് ശ്വാസം മുട്ടലും ഉണ്ട്, അതിനും മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മരുന്ന് ഇതുവരെ നിർത്തിയിട്ടില്ല, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുമുണ്ട്. പക്ഷെ ഈ ഇതല്ലോ കോവിഡിന്റെ ഇത് എടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്, അതാണ് എടുക്കാതിരിക്കുക. കോവിഡിന്റെ വാക്സിൻ എടുക്കുന്നത് നല്ലത്. എസ്പെഷ്യലി ഹാർട്ട് ഡിസീസും ഹാർട്ട് ഫെയിലിയറും ഉള്ള പേഷ്യൻസ്, നിങ്ങൾക്ക് കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വാക്സിൻ കിട്ടുന്ന ദിവസം എത്രയും പെട്ടെന്ന് കിട്ടുന്നോ ആ ദിവസം പോയി വാക്സിൻ എടുക്കണം. ഓക്കെ, ഏതായാലും ഇന്നത്തെ വിഷയം കോവിഡും ഹൃദ്രോഗവും എന്നുള്ള വിഷയമായിരുന്നു. ഡോക്ടർ ഫസൽ അസീമാണ് ഇത്രയും സമയം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. വളരെ നന്ദി ഡോക്ടർ ഫസൽ അസീം, ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയത്. ഓക്കെ, ഇതോടെ ഡോക്ടർ ലൈവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈവനിംഗ് എഡിഷനിൽ നിഷാദ് റാവുത്തർ ചേരും. നമസ്കാരം.